2 മാസത്തോളം നീണ്ടുനിന്ന ആശങ്കയ്ക്കൊടുവിൽ മലപ്പുറം കാളികാവിലെ ആളക്കൊല്ലി കടുവ കൂട്ടിലായി. കടുവയെ ചികിത്സയ്ക്കായി തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. ഏറെനേരം നീണ്ട പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ നാട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചാണ് കടുവയെ കൊണ്ടുപോയത്. ദിവസം നീണ്ടുനിന്ന ഭീതിക്ക് വിരാമം. കാളികാവിലെ ടാപ്പിംഗ് തൊഴിലാളിയുടെ ജീവനെടുത്ത നാട്ടുകാരുടെ ഉറക്കം കെടുത്തി ആളെ കൊല്ലി കടുവ കൂട്ടിലായി. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ പിന്നീട് വലിയ പ്രതിഷേധമാണ് കണ്ടത്. കടുവയെ കാട്ടിൽ തന്നെ വിടരുതെന്ന് നാട്ടുകാർ. ഒടുവിൽ കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാമെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ്. അങ്ങനെ കടുവ തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക്. നാട്ടുകാർക്ക് ആശ്വാസം. ഒരു ആശ്വാസം വന്നിരിക്കുന്നു സാറേ. കാരണം നമുക്ക് 2 മാസമായിട്ട് ഇത് തന്നെ പ്രശ്നം. ഇനിയിപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കടുവ മാത്രം ആയിക്കോണമെന്നില്ല. ഇനി ഇവിടെ കടുവ ഉണ്ടാവും. നമുക്ക് വീണ്ടും കൂട് സ്ഥാപിച്ച് പിന്നെ ഇവിടെ ജനങ്ങളുടെ ആശങ്ക ഇവിടുന്ന് ഇനി അകറ്റണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിന്റെ മുമ്പ് തന്നെ പുലിയെ കൊണ്ടുപോയി കാട്ടിൽ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. നാട്ടുകാർ പ്രതിഷേധിച്ചത് ഇതിനെ ഒന്നിരിക്ക സൂലോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം എന്നുള്ളൊരു പ്രതിഷേധമാണ് ആളുകൾ മൊത്തത്തിലുള്ള ഇവിടെ ജനകീയമായിട്ട് ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്തത്. 13 വയസ്സുള്ള പെൺകടുവ അവശ നിലയിലാണ്. മുഖത്ത് മുറിവ് പറ്റിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സയ്ക്കായാണ് തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയത്. ഡോക്ടർ പരിശോധിച്ചതിൽ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. കണ്ണിനൊരു ചെറിയ കാഴ്ചക്കുറവായിട്ട് തോന്നുന്നുണ്ട്. 2 സ്ഥലത്ത് ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ചികിത്സിക്കാനുള്ള സൗകര്യാർത്ഥം നിലവിലിപ്പോൾ തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ്. കഴിഞ്ഞ മെയ് 15-നാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചത്. ഇനിയും വലിയ ആശങ്ക അവിടെ അവശേഷിക്കുന്നുണ്ട് ഈ മേഖലയിലെ വന്യജീവി ആക്രമണത്തെ ഒക്കെ തുടർന്ന്. പക്ഷേ നിലവിൽ വലിയൊരു ആശ്വാസം കാളികാവിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുകയാണ്. പ്രജോഷ് കുമാറിനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.